ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ മലയാളത്തിലെ 6ാമത്തെ ചാപ്റ്ററായ പറക്കും വീടിലെ പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ്. നോക്കാം. സംഭാഷണം എഴുതാം. നാട് കാണാൻ ഇറങ്ങണം, പക്ഷേ എങ്ങനെ പോകും? എനിക്ക് പറക്കാൻ ചിറകുകളില്ലല്ലോ. ആരാണ് സഹായിക്കുക? കുഞ്ഞുവീട് സങ്കടപ്പെട്ടു. കുഞ്ഞുവീടിനെ സഹായിക്കാൻ അപ്പോൾ ഒരു കാറ്റ് വന്നു. അവർ തമ്മിൽ എന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക? അപ്പം നമ്മൾ പാഠഭാഗത്ത് പഠിക്കുകയാണ്. കുഞ്ഞുവീടിന് എന്താണ്, പുറത്തു പോയി കാഴ്ചകളൊക്കെ കാണാൻ നല്ല ആഗ്രഹമുണ്ടല്ലേ. അപ്പോൾ ഒന്ന് പറക്കാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ എങ്ങനെ പറക്കും? അപ്പോൾ കാറ്റ് വന്നു അല്ലേ. കാറ്റ് വന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ നിന്നെ സഹായിക്കാം. അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അന്നേരം സംസാരിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. കുഞ്ഞുവീട് പറഞ്ഞു, എനിക്ക് പറക്കാൻ ചിറകുകളില്ലല്ലോ, എന്നെ ആരാണ് സഹായിക്കുക? അപ്പോൾ കാറ്റെന്താ പറഞ്ഞത്? ഞാൻ സഹായിക്കാം. അപ്പോൾ കുഞ്ഞുവീട് ചോദിച്ചു, കാറ്റേ, നീ എന്നെ സഹായിക്കുമോ? അപ്പോൾ കാറ്റെന്ത് പറഞ്ഞു? തീർച്ചയായും സഹായിക്കാം. അപ്പോൾ വീടെന്ത് പറഞ്ഞു? പക്ഷെ എങ്ങനെയാണ്? അപ്പോൾ കാറ്റ്, ഞാൻ നിന്നെ തോളിലേറ്റി പറക്കും. അപ്പോൾ വീടെന്ത് പറഞ്ഞു? വളരെ നന്ദിയുണ്ട് കാറ്റേ. അപ്പോൾ കാറ്റ് പറഞ്ഞു, വരൂ നമുക്ക് പോകാം, പറന്ന് പറന്ന് ഒരുപാട് കാഴ്ചകൾ കാണാം. അപ്പോൾ വീടെന്ത് പറയും? ശരിയല്ലേ. അങ്ങനെ അവർ പറക്കാൻ തീരുമാനിച്ചു. ഒരുപാട് കാഴ്ചകളൊക്കെ ആകാശത്തിൽ നിന്ന് നോക്കിയാൽ കാണാം അല്ലേ. പടുകൂറ്റൻ കെട്ടിടങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 6.2. നാടു കാണാൻ ഇറങ്ങിയ കുഞ്ഞുവീട് കാറ്റിൻ്റെ ചിറകിലേറി പറന്നു നടന്നു. പല പല കാഴ്ചകൾ കണ്ടു. ധാരാളം ആളുകൾ ചേർന്നൊരു വീട് പണിയുന്നു. വീട് പണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ എഴുതാം, അഭിനയിക്കാം. പ്രവർത്തനത്തിൻ്റെ പേരെന്താണ്? കണ്ടെത്തി എഴുതാം, അഭിനയിക്കാം. അപ്പോൾ വീട് പണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തൊഴിലുകളുണ്ട്? നിങ്ങൾ പാഠഭാഗത്തിൽ ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ നിങ്ങൾ ആക്ടിവിറ്റി ബുക്കിലും കാണുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ എല്ലാവരും ഓരോ ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ജോലികളായിരിക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടത്? അപ്പോൾ നമുക്ക് കുറച്ചെണ്ണം എഴുതി നോക്കാം. ഒന്നാമതായി എൻജിനീയറിംഗ് ആണ് ഞാൻ എഴുതിയത്. അപ്പം നമ്മൾ എന്തൊരു വീട് ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു പ്ലാനിങ് ഉണ്ടാവും അല്ലേ. ഒരു പ്ലാൻ വരയ്ക്കണം. അപ്പോൾ അതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? എൻജിനീയറിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തേത് മരപ്പണി, വാർപ്പ് പണി, കൽപ്പണി, പെയിൻറ്റിങ്, വയറിങ്, പ്ലംബിങ്. ഇനിയും കൂട്ടുകാർക്ക് കൂടുതൽ അറിയെങ്കിൽ നിങ്ങൾക്ക് ഇനിയും എഴുതി ചേർക്കാം. അപ്പോൾ എല്ലാവരും എഴുതി നോക്കുക. അടുത്ത പ്രവർത്തനം 6.3 ക്രമത്തിലാക്കാം. വീട് നിർമ്മാണത്തിന് ഒട്ടേറെ ഘട്ടങ്ങളുണ്ടല്ലോ, അവ അന്വേഷിച്ച് കണ്ടെത്തി ക്രമത്തിൽ എഴുതാം. അപ്പോൾ എന്തൊക്കെ ഘട്ടങ്ങളുണ്ട്? പാഠഭാഗത്ത് നിങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടാവും. കൂടാതെ 1ാം ക്ലാസ്സിൽ നമ്മൾ വീട് കെട്ടണം ടിയ എന്നൊരു പാഠഭാഗം ഉണ്ടായിരുന്നു അല്ലേ. അതിലും എല്ലാവരും ഈ ഒരു കാര്യം പഠിച്ചതാണ്. അപ്പോൾ ഒന്നാമതായി നമുക്ക് എന്ത് എഴുതാം? തറ ഒരുക്കാം, ചുമര് കെട്ടുക, മേൽക്കൂര വാർക്കുക, ചുമര് തേക്കുക, നിലം അഥവാ തറ ഒരുക്കുക എന്ന് വെച്ചാൽ മിനുക്കി എടുക്കണം അല്ലേ നിലം. അവസാനമായി നമുക്ക് പെയിൻ്റ് അടിച്ച് വീടൊന്ന് മേനി കൂട്ടുക, വീടൊന്ന് മോഡിഫൈ ചെയ്തെടുക്കുമല്ലോ എല്ലാവരും. അപ്പം ഇതിനും നന്നായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതി നോക്കാം. നമ്മൾ പാഠഭാഗത്ത് കൊടുത്തത് വെച്ചിട്ട് നമുക്ക് ഓർഡറാക്കി എഴുതുമ്പോൾ ആ ഓർഡറിൽ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, വീട് കെട്ടുന്ന സമയത്ത് എന്തൊക്കെ ഘട്ടങ്ങളാണ് ഉണ്ടാവുക, പിന്നെ അവ ക്രമത്തിൽ എഴുതുന്ന കാര്യം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത പ്രവർത്തനം 6.4 വരയ്ക്കാം, നിറം നൽകാം. നാട് കാണാൻ ഇറങ്ങിയ കുഞ്ഞുവീട് കാറ്റിനോടൊപ്പം പറന്ന് നടന്ന് കാഴ്ചകൾ കണ്ടല്ലേ. പുഴകൾ, പച്ച വിരിച്ച പാടങ്ങൾ, പട്ടണങ്ങൾ, പലതരം വീടുകൾ. കുഞ്ഞുവീട് കണ്ട കാഴ്ചകൾ വരയ്ക്കാം, നിറം നൽകാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളവിടെ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? ഒരുപാട് പുഴകൾ കണ്ടു, പച്ച വിരിച്ച പാടങ്ങളൊക്കെ വരച്ച് ചേർത്ത് നന്നായിട്ട് അടിപൊളിയായിട്ട് കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുള്ള സ്ഥലം നമ്മൾ ആക്ടിവിറ്റി ബുക്കിലുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്ത് നോക്കുക. നല്ല രസം ഉണ്ടാവും കാണാം അല്ലേ. അപ്പോൾ അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം എന്താണ്? ക്ഷണക്കത്ത് തയ്യാറാക്കാം. മൈലാഞ്ചി മലയിലെ കുരുവിയുടെ ഗൃഹപ്രവേശത്തിന് തയ്യാറാക്കിയ കത്ത് നിങ്ങൾ വായിച്ചല്ലോ. യാമിയുടെ പിറന്നാളിന് കൂട്ടുകാരെ ക്ഷണിക്കാനായി ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കാം. അപ്പോൾ യാമിയുടെ പിറന്നാളാണല്ലേ. അപ്പം നമുക്കൊരു ക്ഷണക്കത്ത് തയ്യാറാക്കിയാലോ. ഇതിൻ്റെ ഒരു മോഡൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നോക്കിയിട്ട് മനസ്സിലാക്കി ചെയ്ത് നോക്കാം. കൂട്ടുകാരെ, ഈ വരുന്ന ഞായറാഴ്ച, ഞാൻ അതിന് ഡേറ്റ് കൊടുത്തിട്ടില്ല, എൻ്റെ പിറന്നാളാണ്. മൈലാഞ്ചി മലയുടെ കിഴക്കേ ചെരുവിലെ കുഞ്ഞു വീട്ടിൽ വെച്ചാണ് എൻ്റെ പിറന്നാൾ ആഘോഷം നടക്കുകയാണ്. വൈകിട്ട് 7 മണിക്കാണ് ആഘോഷം. ഈ വിരുന്നിലേക്ക് എല്ലാവരെയും ഞാൻ എൻ്റെ കുഞ്ഞു വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും കുടുംബത്തോടൊപ്പം വരണേ എന്ന് ആരാ പറയുന്നത്? യാമി, മൈലാഞ്ചി മല. ഇതിൻ്റെ ഒരു മോഡൽ നമ്മളെ പാഠഭാഗത്തിൽ അവസാന ഭാഗത്തുണ്ട്.
അപ്പോൾ അത് നോക്കിയിട്ട് കൂട്ടുകാർക്ക് എങ്ങനെയാണോ മനസ്സിലാകുന്നത്, നിങ്ങളവർ ബർത്ത്ഡേക്ക് എങ്ങനെയായിരിക്കും വിളിക്കുക എല്ലാവരെയും, അതൊക്കെ മനസ്സിൽ കണ്ട് എഴുതി നോക്കുക. ഇതൊരു മോഡൽ മാത്രമാണ്. എഴുതി നോക്കുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കണം. ഒരിക്കലും നോക്കി എങ്ങനെ എഴുതണം എന്നുള്ള ഒരു ഐഡിയക്ക് വേണ്ടി മാത്രമാണ് ഞാനിവിടെ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താ, എക്സാമിനൊക്കെ നമുക്ക് എഴുതണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എഴുതണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നോക്കി എഴുതി കഴിഞ്ഞാൽ മക്കൾ എങ്ങനെയാണ് വാക്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുകയെന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എഴുതുക. അടുത്തത് പ്രവർത്തനം 6.6 കണ്ടെത്തി എഴുതാം. താഴെ പറയുന്ന പ്രയോഗങ്ങൾ വരുന്ന വാക്യങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതാം. തൊട്ടു തലോടി എന്നാണ് ആദ്യമായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ കാറ്റാണല്ലേ തൊട്ടു തലോടിയത്. അപ്പോൾ നമ്മൾ പാഠഭാഗം നന്നായിട്ട് വായിക്കണം. വായിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് ഓരോ വാക്കുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഈ പേജിലാണ്. അപ്പോൾ നിങ്ങൾ വേഗം ആ പേജിൽ പോയി തിരഞ്ഞിട്ട് തൊട്ടു തലോടി എന്ന് പറയുന്ന വാക്ക് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് എടുത്തിട്ട് ആ വാക്യം മുഴുവനായിട്ട് നോക്കി ഇങ്ങോട്ട് എഴുതണം. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം എന്താണ് ആ വാക്യമെന്ന്. കുഞ്ഞു വീടിനെ തൊട്ടു തലോടി കൊണ്ടുവന്ന കാറ്റ് പറഞ്ഞു. അതാണല്ലേ തൊട്ടു തലോടി എന്ന് വരുന്ന ഭാഗത്തുള്ള വാക്യം, അതാണല്ലേ. ആ വാക്ക് നിങ്ങൾ എന്താക്കണം, നോക്കി എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അതിനു മുമ്പ് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ആ പാഠഭാഗം നന്നായിട്ട് വായിച്ചാൽ മാത്രമേ നമുക്കിതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കഴിയുന്നത്ര മലയാളം ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ നമ്മൾ ഏത് പാഠമാണോ പഠിച്ചു കഴിഞ്ഞത് അതിനുശേഷം അത് നന്നായിട്ട് വായിച്ച് നോക്കുക. അപ്പം വായനാശീലം വർദ്ധിച്ചാൽ നമ്മുടെ ഭാഷയും നന്നാവും. നമുക്ക് എഴുതാനുള്ള ഒരു പ്രത്യേക ഇഷ്ടവും തോന്നും അല്ലേ മലയാളം എഴുതാൻ. അപ്പം അടുത്തത് നമുക്ക് നോക്കാം കേട്ടോ. അടുത്തത് എന്താണ്, മാനം മുട്ടെ. അപ്പം മാനം മുട്ടെ എന്താണ്, മാനം മുട്ടിക്കിടക്കുന്നുണ്ടല്ലേ. എന്താണ്, ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, വീടുകളാണെന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം ഇതൊക്കെ കുഞ്ഞു വീട് കാറ്റിൻ്റെ തോളിലേറി പറക്കുമ്പോൾ കണ്ട കാഴ്ചകളാണ്. ആ ഭാഗത്ത് നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ആ പേജ് എടുത്ത് നോക്കി ആദ്യം മാനം മുട്ടെ എന്ന് പറയുന്നത് എവിടെയാണെന്ന് കണ്ടെത്തി നോക്കി അവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. എവിടെ തൊട്ട് എവിടെ വരെ എഴുതണം എന്നിട്ട് നോക്കി എഴുതി കൊടുത്താൽ മതി. ഇതുപോലെ നോക്കി എഴുതരുത്. പാഠഭാഗം ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളത് നോക്കി മനസ്സിലാക്കി എഴുതണം. അപ്പം എല്ലാവർക്കും നമ്മൾ നിങ്ങളുടെ ക്ലാസ്സിലെടുക്കുമ്പോൾ ടീച്ചേഴ്സ് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറഞ്ഞു തരും. അപ്പം നിങ്ങൾ എഴുതാൻ മിസ്സായി പോയവരാണെങ്കിൽ, എഴുതാൻ കഴിയാത്തവരാണെങ്കിൽ നമുക്ക് വീട്ടിൽ വന്ന് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം വീഡിയോ നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം മാത്രം എഴുതുക. അതുപോലെ നോക്കി എഴുതി വെക്കരുത്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് എഴുതാവൂ. അടുത്ത പ്രവർത്തനം നോക്കാം. ഒരടി വയ്യ. അപ്പോൾ എന്താണ്, കുറേ അവർ പറന്ന് നടന്നു അല്ലേ. അപ്പോൾ പിന്നെ അവർക്ക് എന്ത് പറ്റി, ക്ഷീണം വരും അല്ലേ. അപ്പോൾ എന്ത് പറയും, ഇനി മുന്നോട്ട് ഒരടി വയ്യ. അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അവസാനമായിട്ട് എന്താണ്, കുറ്റി അടിച്ചതുപോലെ നിങ്ങൾക്ക് കാണാം. ഞാൻ മാത്രം ഇവിടെ അങ്ങനെ കുറ്റിയടിച്ചതുപോലെ എന്ന വാക്യമാണ് നോക്കി എഴുതേണ്ടത്. അപ്പം എന്താണ് അവിടെ വീട് ഉദ്ദേശിക്കുന്നത്, എല്ലാവരും സ്കൂളിലും ജോലിക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ വീട് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ മൈലാഞ്ചിമലയിലെ കിഴക്കൻ ചെരുവിലെ കുഞ്ഞു വീട് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ വീട് എന്താണ് മനസ്സിൽ വരയ്ക്കുന്നത്, ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റി അടിച്ചതുപോലെ ഇരിക്കുകയാണ്. ഞാനവിടെ ടി എന്നാണ് എഴുതി പോയത്. നോക്കുക, കുറ്റിയാണ്, ടി ആണ്. കുറ്റി അടിച്ചതുപോലെ എന്നാണ് എഴുതേണ്ടത്. ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റി അടിച്ചതുപോലെ നിൽക്കുകയാണല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായതാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് കീപ്പ് വാച്ചിങ്. താങ്ക് യു.